ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയുടെ മുന്നിൽ നമ്മുടെ ഋതുവും സേതുവും നല്ല ഒന്നാന്തരമായിട്ട് അഭിനയിച്ച് തകർക്കാണ് അമ്മ വിശ്വസിക്കാൻ വേണ്ടി. ആ ചേട്ടനും അനിയത്തിയും കൂടെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറുപ്പമ്മാവനോടെ ഇരുന്ന് പറയുവാണ്, ഞാൻ ഇത്രയും പെട്ടെന്ന് സേതു ഇവരുടെയൊക്കെ മനസ്സ് കീഴടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞു. ഇപ്പം എനിക്ക് സന്തോഷമായി. ഇത് തന്നെയാണ് മാധവൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കേട്ട് അച്ചു സന്തോഷിക്കുന്നു. അപ്പോൾ എല്ലാം ദൈവാനുഗ്രഹം തന്നെയാണ് കുറുപ്പേട്ട, എല്ലാം ഭംഗിയായി തന്നെ നടന്നില്ലേ എന്ന് പൂർണ്ണിമ ചോദിക്കുക. അപ്പോൾ അതെ അതെ, എന്നാൽ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു കുറുപ്പമ്മാവൻ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ മാധവേട്ടൻ ഇല്ലാത്തതിൻ്റെ കുറവ് ഈ കല്യാണത്തിനോ തുടർന്നുള്ളതിലൊന്നും എൻ്റെ കുട്ടി അറിയരുതെന്ന് പൂർണ്ണിമ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ കുറുപ്പമ്മാവൻ ചിരിച്ചതൊക്കെ സമ്മതിച്ചിട്ട് അങ്ങ് പോവുക കേട്ടോ. കുറുപ്പമ്മാവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സേതു അവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ സേതുവിനെ കണ്ടപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സേതു മോനെ, എനിക്ക് ഒത്തിരി സന്തോഷമായിടാന്ന് പറഞ്ഞു. മാധവൻ മരിച്ചപ്പോൾ ഈ കുടുംബം അനാഥമായി പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആ ധാരണകളെയൊക്കെ നീ തെറ്റിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അവരോട് ഞാനൊന്ന് പറഞ്ഞത് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാ, നമ്മുടെ തകർച്ച സ്വപ്നം കാണുന്നവരൊക്കെ നിരാശപ്പെടേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞതെന്നും അന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ കുടുംബം നീ രക്ഷിക്കും എന്നുള്ളതെന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ പറയുക. എൻ്റെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് സേതു നീ ആ ഒരു ദൗത്യത്തിൽ വിജയിച്ചത്, അതും ചുരുങ്ങിയ സമയം കൊണ്ടാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ നീ പൂർണിമയുടെ മകനാണ്, അച്ചുവിൻ്റെ അടക്കം സകലരുടെയും ഏട്ടനാണെന്നും നീ ഈ വീടിൻ്റെ നായകനാണെന്നൊക്കെ കുറുപ്പമ്മാവൻ പറയുക. അതുമാത്രം മതി സേതു എന്നൊക്കെ പറഞ്ഞ് കുറുപ്പമ്മാവൻ പറയുന്നു കേട്ടോ. ഇതായിരുന്നു വേണ്ടിയിരുന്നത്, ഇതാണ് ഞാൻ സ്വപ്നം കണ്ടത്, ഇതൊക്കെ പറഞ്ഞ് ഇനി എനിക്ക് ആത്മവിശ്വാസത്തോടെ എല്ലാവരോടും പറയാം, പൂർണിമ ടെക്സ്റ്റൈൽസ് അത് വളരാൻ പോവുകയാണ് എന്നുള്ളത്. മാധവമേനോനെ പോയിട്ടുള്ളൂ, മകൻ സേതുമാധവൻ ഇവിടെ ഉണ്ട് എന്നെനിക്ക് പറയാം എന്നൊക്കെ നമ്മുടെ കുറുപ്പമ്മാവും പറയാം. ഒരുപാട് സന്തോഷമായിരുന്നു, നിനക്ക് അഭിമാനിക്കാം ഒരു മകൻ്റെ കടമ ചെയ്തതിനെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറയുമ്പോൾ അമ്മയും അച്ചുവും എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് കുറുപ്പമ്മാവ. പക്ഷേ ഋതുവും സ്വാതിയും ഇപ്പോൾ കണ്ടതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് അഭിനയമാണെന്ന് കുറുപ്പമ്മാവനോട് നമ്മുടെ സേതു എല്ലാം പറയുന്നു. അപ്പോൾ ഈ ആധാരത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു സ്വത്തിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് കുറുപ്പമ്മാവനും സേതുവും കൂടി മാറി നിന്ന് ഈ സത്യങ്ങളെല്ലാം പരസ്പരം പറയുന്നത്. അപ്പോൾ സേതു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ കുറുപ്പമ്മാവനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യമാണ്. അമ്മയുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും അഭിനയമാണ് അവരുടേതെന്നൊക്കെ നമ്മുടെ സേതു പറഞ്ഞു. അവർക്കെന്നെ തീരെ ബോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മാറുമോനെ, ദേ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, കല്യാണത്തോടെ നീ ഈ വീടിൻ്റെ ഹീറോയാകാനാണ് പോകുന്നത്, നീ കണ്ടോളാൻ പറഞ്ഞു കുറുപ്പമ്മാവൻ. അപ്പോൾ കുറുപ്പമ്മാവ ഞാൻ ഹീറോയല്ല സീറോ, അങ്ങനെയാണ് ഋതു എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നാവുകൊണ്ട് ഋതു മാറ്റി പറയും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. സീറോയുടെ ഇപ്പുറത്ത് ഒന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയില്ലേ? അവരുടെയൊക്കെ മനസ്സ് മാറിക്കോളും സേതു, അതിനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്ന് കുറുപ്പമ്മാവൻ സേതുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കും, അന്തം വിട്ടു എന്ന് തന്നെ പറയാട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പല്ലവിയാണ്. പല്ലവി ഇങ്ങനെ കടൽ തീരത്ത് അനിയത്തിയെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദേ നമ്മുടെ പാറു പല്ലവിയെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. എന്തു ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ നീ പൊട്ടും പങ്ക്ച്വലല്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു പല്ലവി. അപ്പോൾ തിരക്കൊണ്ടായിരിക്കല്ലേ പാറു എന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി ചേച്ചി, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയത് കൊണ്ടാണെന്ന് പാറു പറയുമോ പല്ലവിയോട്. നമ്മുടെ അമ്മയെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ എന്ന് പല്ലവി ചോദിച്ചു. നമ്മുടെ അത്രയും പഠിപ്പില്ല, ലോകവിവരവും കാര്യങ്ങളും ഇല്ല, അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരവും ഇല്ല. അങ്ങനെയാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? അമ്മ വെറുതെ ഓരോന്നും സംശയിക്കുക ചേച്ചി, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വജിത്ത് ആരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ മോളെ എന്ന് പല്ലവി അന്നേരം പാർവിനോട് ചോദിക്കുക. എന്തുകൊണ്ടാണ് സ്വന്തം അനുജത്തിയായിട്ടും എനിക്ക് നിന്നെ ഇങ്ങനെ പുറത്തു വെച്ച് കാണേണ്ടി വരുന്നത്? അതിൻ്റെ കാരണം എന്താണെന്നും ഞാൻ നിന്നോട് പറഞ്ഞു തരണമെന്ന് പല്ലവി ചോദിക്കുക. അമ്മ സംശയിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മോളെ, അമ്മയ്ക്ക് അതിനുള്ള അവകാശവും അർഹതയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെടുത്ത ഒരു തീരുമാനം എടുത്ത് കുളവായി പോയതിൻ്റെ ഒരു ഇതാണ് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നത്. ആ അമ്മ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ സങ്കടപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വിശ്വജിത്ത് എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, എനിക്കതിന് കഴിയുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു പാറു.
അമ്മയ്ക്ക് മാത്രമല്ല എനിക്കുണ്ട് സങ്കടം. ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ ഞാനും ദുഃഖിക്കുന്നില്ലേ ചേച്ചി? അതിന് കാരണക്കാരനായ ഒരാളുടെ അനിയനെ എങ്ങനെ നിർത്തണം, എവിടെ നിർത്തണം എന്നൊന്നും അറിയാത്തൊരു പൊട്ടിയാണോ ഞാനൊന്ന് പാറു നേരം പല്ലവിയോട് ചോദിക്കുക. അങ്ങനെയാണോ നിങ്ങളെല്ലാവരും എന്നെപ്പറ്റി കരുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, മോളെ, ഈ ബന്ധങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് നിനക്കറിയാവോ? നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അതായി തീരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ പിടിക്കുന്നിടത്ത് നമ്മുടെ മനസ്സ് നിൽക്കും എന്ന് വിചാരിക്കുന്നത് അത് വലിയൊരു അബദ്ധമാണ് മോളെ. അത്രയും വലിയൊരു അബദ്ധം വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ദ്രൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളെ പോലെ ആയിരിക്കും അയാളുടെ അനുജൻ എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ഇന്ദ്രൻ്റെയാണ് അനുജൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടിലുള്ള ഓരോരുത്തരെയും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അമ്മ വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പല്ലവി പറയുവാണ്. അപ്പോൾ ചേച്ചി ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എല്ലാം അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് ചേച്ചി പറയുന്നത്? വിശ്വജിത്തുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അവസാനിപ്പിക്കാം, പക്ഷേ അപ്പം തോറ്റു പോകുന്നത് ഞാൻ തന്നെയായിരിക്കും എന്ന് നമ്മുടെ പാറു പറയുക. എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പ് അതോടുകൂടി ഇല്ലാതാകും ചേച്ചി. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചേച്ചി ഈ സമൂഹത്തെ ഫേസ് ചെയ്യുന്നതെന്ന് പാറു ചോദിക്കുക. അപ്പോൾ അത് കേട്ട് പല്ലവി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചേച്ചി വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അമ്മ സംശയിക്കുന്നത് പോലെയോ ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മറ്റൊരർത്ഥത്തിലേക്ക് വളരില്ല ചേച്ചി. ഇത് എൻ്റെ ഉറപ്പാണെന്ന് പാറു പറയുന്നു. ഞാൻ ചേച്ചിക്ക് തരുന്ന ഉറപ്പ്, അതിനപ്പുറം എനിക്ക് ചേച്ചിയോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ജീവിതത്തോട് പേടിയാണ്, അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ മോള് നന്നായി വരണമെന്ന് മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്. നീ തരുന്ന ഉറപ്പ് അത് നിനക്ക് പാലിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ സംസാരിച്ചു. പാറു ഓടുന്നു പോയി. നമ്മുടെ പല്ലവി ഇങ്ങനെ വിഷമിച്ച കടലിലേക്ക് നോക്കി അവിടെ തന്നെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു ആറ്റം ബോംബ് ദേ നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിരിക്കുന്നു. ആ പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുമ്പോൾ രാജലക്ഷ്മി, ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ കഴിവും പ്രാപ്തിയുള്ള രാജലക്ഷ്മി ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നടുങ്ങി ഇവർ ചുണ്ടക്കണ്ണും തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക. ആരെ ഇത്? എൻ്റെ വീട്ടിൽ വരാൻ സമയവും കാലവും ഒക്കെ നോക്കണോ എനിക്ക്? തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. അത് ചോദിക്കാൻ നീ ആരാ എന്ന് ചോദിച്ചാൽ ആ പുള്ളിക്കാരി, അയ്യോ അങ്ങനെയല്ല, കുറച്ചു കാലമായിട്ട് വിവരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഈ രാജലക്ഷ്മി. കുറച്ചു കാലമായിട്ടല്ല, ജനിച്ചപ്പോൾ തൊട്ട് നിനക്ക് വിവരമില്ലെന്നുള്ളതോ സത്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങനെ പറയുക. വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ പഴയ കണക്കുകൾ തീർക്കാനും പുതിയത് ചിലത് തുടങ്ങി വെക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും എൻ്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ അംബികയ്ക്ക് കഴിയത്തില്ലെന്നും പുള്ളിക്കാരി പറഞ്ഞു. ഇടപെടുമെന്നും. അപ്പോൾ ഇടപെട്ട് ഞാനത് ശരിയാക്കുമെന്നും. അപ്പോഴേക്ക് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. പിന്നെ ആ കാറുകാരനെ പറഞ്ഞു വിടണം, പുറകിലത്തെ സീറ്റിൽ എൻ്റെ ബാഗുണ്ട്, അതെടുത്ത് മുകളിൽ കൊണ്ടുവന്ന് വെക്കണം, ഞാനിനി ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. അയ്യോ ഞാനോ? എന്താ നീ എടുത്ത പൊങ്ങത്തില്ലേ, പോയി എടുത്തു വെക്കടി എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ആദ്യം നീ ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രാജലക്ഷ്മിയെ കൊണ്ട് സാധനങ്ങളൊക്കെ എടുപ്പിക്കുക. അപ്പോൾ ഈ കാറുകാരനോട് ഇതെടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വെക്കുകയല്ലേ ചേച്ചി എന്ന് കാറുകാരൻ പറഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നു സഹോദര, ഇതൊന്നും എടുത്ത് വെക്കാനൊന്നും കൂടെ, അല്ലെങ്കിൽ ആ പുള്ളിക്കാരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ രാജവെമ്പാല കൊത്തിയാൽ പോലും ചാകുമല്ലെന്ന് അറിയാവുന്ന സാധനമാണെന്നും പറഞ്ഞുകൊണ്ട് ഉരുട്ടി രാജലക്ഷ്മി അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. അകത്തേക്ക് കയറി ചെന്നപ്പോൾ പുള്ളിക്കാരി അവിടെ ഡൈനിങ് ടേബിളിൽ കയറി ഇരിക്കുവാണ്. അപ്പോൾ അമ്മയെ ബാഗെല്ലാം ഭദ്രമായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടു ഞാൻ കൊണ്ടുപോകുന്നത്. എവിടെടി നിൻ്റെ മക്കള്? അപ്പോൾ അവരിവിടെ ഉണ്ട്, വിളിക്കാം, വരട്ടെ, ഇപ്പം വിളിക്കണ്ട, അതിനു മുൻപ് എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുക. എന്താടി ഇന്ദ്രൻ്റെ കല്യാണം നീ എന്നെ അറിയിക്കാതിരുന്നതെന്ന് അംബിക ചോദിക്കുക. അവൻ്റെ അച്ഛമ്മയല്ലേടി ഞാൻ, അവൻ്റെ കല്യാണം കൂടണമെന്ന് എനിക്കും ഇല്ലേ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ, അത് പിന്നെ അമ്മ പെട്ടെന്നായിരുന്നല്ലോ അവൻ്റെ കല്യാണം, ആ തിരക്കിനിടയിലേ അറിയാതെ വിട്ടുപോയതാ അമ്മേ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നൊന്നും അല്ലെന്ന് പറഞ്ഞപ്പം, എടി സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ മകൻ്റെ കല്യാണം വിളിക്കാൻ മറന്നു പോകുന്നതാണോടി നിൻ്റെയൊക്കെ പാരമ്പര്യം എന്നും ചോദിച്ചുകൊണ്ട് ആ പുള്ളിക്കാരി രാജലക്ഷ്മി എടുത്തിട്ട് കറക്കുവാണ്. അതെങ്ങനെയാ, വന്ന് കാലുകുത്തിയില്ല അപ്പോഴേക്കും നശിപ്പിച്ചില്ലേ നീ ഈ കുടുംബം എന്നും ചോദിച്ച് രാജലക്ഷ്മിയെ കുറിച്ചൊക്കെ പറയുന്നു. പാവം എൻ്റെ മോൻ, നീ ഒറ്റൊരുത്തൻ കാരണം അവനിപ്പോൾ ഈ ഗതി ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. എന്നിട്ട് ഇന്ദ്രനെയും വിശ്വജിത്തിനെയും നന്നായിട്ട് വളർത്തിയോ നീ? അതുമില്ല, മുട്ടിച്ച് കളഞ്ഞില്ലേ നീ അവരെ? ഞാൻ ശല്യമാണെന്ന് കണ്ടപ്പോൾ തന്ത്രപൂർവ്വം എന്നെ ഒരു വൃദ്ധസദനത്തിലേക്ക് നീ കൊണ്ടുവന്ന് നടതള്ളുകയും ചെയ്തു. അയ്യോ അമ്മേ, അതൊരു ലക്ഷറി സ്ഥലമല്ലായിരുന്നു അമ്മേ. ലക്ഷറി എന്നെ കൂടെ കൂടുതലൊന്നും നീ പറയിപ്പിക്കരുതെന്നും പറഞ്ഞ അയ്യ അമ്മ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മിണ്ടരുത്, പാട്ട് പാടരുത്, കൂട്ടം കൂടരുത്. ജയിലായിരുന്നു, ജയില് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. ഒരു കണക്കിനാണ് ഞാൻ അവിടെ നിന്ന് ചാടിപ്പോന്നത്. ഇനി അങ്ങോട്ടേക്ക് ഒരു തിരിച്ചുപോക്ക് എനിക്കില്ലെന്ന് പറയുമ്പോൾ ദൈവമേ എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് നിൽക്കുവാന്ന് നമ്മുടെ രാജലക്ഷ്മി. ഇനിയുള്ള കാലം ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് ഇങ്ങനെ പുള്ളിക്കാരി പറയുക. എന്താടി
നിനക്കതിൽ വലിയ എതിരഭിപ്രായം ഉണ്ടോടി എന്ന് രാജലക്ഷ്മിയോട് ചോദിച്ചപ്പം എനിക്ക് ഒരെതിരഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടെങ്കിലേ എനിക്ക് പുല്ലാടി പുല്ല്, ഇതെൻ്റെ മോൻ്റെ വീടാണെന്നും ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള കാലം ഇഷ്ടമുള്ള വിധത്തിൽ ഞാൻ ജീവിക്കും, നീ എൻ്റെ അടിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയോട് പറയുവാണ് ഈ അംബിക. അപ്പോഴേക്ക് ഇന്ദ്രൻ ഇറങ്ങി വരുന്നു. ഹായ് കിളവി എന്നും പറഞ്ഞു. അപ്പോഴേക്ക് ഇവരിങ്ങനെ നോക്കുക കേട്ടോ, ഇത് എപ്പോൾ എത്തി? അപ്പം കിളവി നിൻ്റെ അയ്യോ വെറുതെ അല്ല, ആദ്യരാത്രി തന്നെ നിന്റെ നെറുകന്തല അടിച്ചു പൊട്ടിച്ചിട്ട് മറ്റോൾ ഇറങ്ങി പോയത്. ഗുരുത്തം വേണടാ, ഗുരുത്തം. അതെങ്ങനെയാ? മക്കൾക്ക് എന്തെങ്കിലും നല്ലവണ്ണം ഉണ്ടാകണമെങ്കിൽ ആദ്യം തള്ളയ്ക്കത് ഉണ്ടാവേണ്ടേ? ഇവിടെ ഒരുത്തിക്ക് അതില്ലല്ലോ എന്നൊക്കെ അച്ഛമ്മ പറയാം. തന്തയ്ക്കുണ്ടായാലും മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാജലക്ഷ്മി പതുക്കെ പറയുമ്പോൾ, നീ വലുത് മൊഴിഞ്ഞായിരുന്നോടി എന്ന അമ്മായിമ്മ എന്നും പറഞ്ഞു മരുമകള്. അപ്പം ദേ എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലേ അവളെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കറിയാം. ഡിവോഴ്സിന് കൊടുത്തു, നടന്നില്ലല്ലോ, അത് നടക്കില്ല, അത് റിജക്റ്റഡ്. വൈ? ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ദേ എൻ്റെ ഭാഗമാണ് ശരി, അതുകൊണ്ട് അത് റിജക്റ്റ് ആയത്. കോടതിക്ക് ഇത് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് വയസ്സായിട്ടും ഭൂമിക്ക് ഭാരമായിട്ട് ചാവാതെ നിൽക്കുന്ന എൻ്റെ അച്ചമ്മയ്ക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ദേ നോക്ക്, ഈ കൈ പിടിച്ച് ഞാനങ്ങ് തിരിക്കട്ടെ എന്ന് ഇന്ദ്രൻ ചോദിക്കുക. അപ്പോൾ വേദന എടുക്കും. അപ്പം എൻ്റെ ഭാഗം അത് മനസ്സിലാകും. തിരിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കൈ പിടിച്ച് ഓടിക്കാൻ നോക്കുമ്പോൾ, ഇന്ദ്ര എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ. അപ്പം ഞാൻ കേട്ടതൊക്കെ ശരി തന്നെയല്ലേ എന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പം എന്ത് കേട്ടു, എന്തോന്ന് കേട്ടു എന്ന് ചോദിച്ചുകൊണ്ട് തനി ഭ്രാന്തനായിട്ട് ചെല്ലുക. അപ്പോൾ എനിക്കെന്താ മാനസിക പ്രശ്നം ഉണ്ടെന്നാണോ? ഉണ്ട്, ഞാനൊരു ഭ്രാന്തനാണ്, എനിക്ക് ഭ്രാന്താ. അത് നിങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അത് വരുത്തി വെച്ച ഭ്രാന്താ, ഞാനല്ല, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വരുത്തി വെച്ചതാ. കുറ്റപ്പെടുത്തിയും സഹതപിച്ചും ആർക്ക് വേണം ഇത് രണ്ടും? റബിഷ്. പ്രോത്സാഹിപ്പിക്കണമായിരുന്നു, അനുമോദിക്കണമായിരുന്നു, ചെയ്തില്ല. നിങ്ങൾ തന്നെ തെറ്റുകാരൻ, അത് ഞാനല്ല, ഞാൻ ഒരിക്കലും തെറ്റുകാരനല്ല. അപ്പോൾ ഇന്ദ്രൻ പറയുന്നതൊക്കെ കേട്ടിട്ട് അച്ഛമ്മ ഞെട്ടിയിരിക്കും കേട്ടോ, ഇവന് മുഴുഭ്രാന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോഴാണ് നമ്മുടെ വിശ്വൻ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛമ്മയെ കണ്ടപ്പോഴേക്കും അച്ഛമ്മയെ എന്ന് വിളിച്ച് ഓടി വന്നു കേട്ടോ, കെട്ടി അങ്ങ് പിടിക്കുന്ന അച്ഛമ്മയെ. അപ്പം മോനേന്ന് പറഞ്ഞ അച്ഛമ്മയും അതുപോലെ തന്നെ. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പം അച്ഛമ്മയ്ക്ക് എന്തുണ്ട് വിശേഷം അതാദ്യം പറയാൻ പറഞ്ഞു വിശ്വൻ. പെട്ടെന്ന് ദേ കണ്ടോ, അവനോട് ഇടപെട്ടത് കണ്ടോ? അവനോട് സ്നേഹം, എന്നോട് വെറുപ്പ്. വെറുത്താലേ ഒരുത്തൻ നന്നാവുമോ? സ്നേഹിക്കണം, സ്നേഹിച്ചാലേ നന്നാവത്തുള്ളൂ. ആരും അത് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ വിശ്വൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കും, ഒന്നും തന്നെ ബാധിച്ചതല്ല എന്നുള്ള രീതിയിൽ. അച്ഛമ്മ എന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. പത്രത്തിൻ്റെ ചരമ പേജിൽ ദിവസവും കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതും വായിച്ചിരിക്കാതെ അതിലൊരു പടം വരാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ദ്രൻ അച്ഛമ്മയോട് പറയാം. അച്ഛമ്മ എന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ ഇവരെ രണ്ടുപേരെയും. അച്ഛമ്മ ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് നേരെ ചെന്നു. നീ ഇത്രയ്ക്ക് പാവമായി പോയല്ലോടാ മോനെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അത് ഇത്രയും ഗൗരവത്തിലെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി അവിടെ നിൽക്കുവാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് മനസ്സിലായി. എല്ലാം പരിഹരിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയുക, നീ ധൈര്യമായിട്ടിരിക്കടാ, നിനക്കൊരു സങ്കടം വന്നാൽ അത് എനിക്ക് വന്നതുപോലെയാടാ എന്ന് അച്ഛമ്മ. ഞാനുണ്ട് നിന്റെ ഒപ്പം, തല്ലാനും വേണ്ടി വന്ന കൊല്ലാനും. അപ്പം അത് കേട്ടപ്പം അങ്ങനെ പറ, ഇതാണ് എനിക്ക് വേണ്ടത്, ഈ അച്ഛമ്മയാണ് എനിക്ക് വേണ്ടത്, ഈ ടോക്കാണ് എനിക്ക് വേണ്ടത്, ഈ സ്പിരിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ വേണം, എൻ്റെ കൂടെ തന്നെ എപ്പോഴും വേണം, ഏത് നേരത്തും വേണമെന്ന് ഇന്ദ്രൻ അച്ഛമ്മയോട് പറയുക. അപ്പം സംസാരം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോയി. അതും പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി ഒരു പുച്ച ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക. അപ്പം അച്ഛമ്മ നേരെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. ചിത്തഭ്രമം, അതിൻ്റെ ലക്ഷണങ്ങളാണ് അവൻ ഈ കാണിച്ചതെന്ന് അച്ഛമ്മ പറയുവാണ്. അവനെയും കൂടി നശിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? അപ്പം ഞാനെന്ത് ചെയ്തു ഈ പറയുന്നേ? എന്ത് ചെയ്തെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണോ? ലാളിച്ച് നീ അവനെ വഷളാക്കിയത്, നീ ചെയ്ത തെറ്റാ അതെന്നും പറഞ്ഞുകൊണ്ട് അമ്മായിമ്മ മരുമകളോട് പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഈശ്വര, ഞാനിനി എങ്ങനെ അവനെ നന്നാക്കി എടുക്കുമെന്ന് അച്ഛമ്മ ചോദിക്കുക കേട്ടോ. എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ അച്ഛമ്മ എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അച്ഛമ്മ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിശ്വനും രാജലക്ഷ്മിയും കൂടി ഇങ്ങനെ നിൽക്കുക. ഇത്രയും കാലം ഈ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടായിരുന്നു, അതേതാ ഇന്നത്തോടെ പോയി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി തൊള്ളയ്ക്ക് വരാൻ കൊണ്ടൊരു സമയമൊന്നും പറഞ്ഞ് നിൽക്കുക. വിശ്വൻ ഇതൊന്നും കേട്ടിട്ട് മൈൻഡേ ആക്കാതെ അവിടെ അങ്ങനെ നിൽക്കുക. അടുത്തൊന്നും എന്നെ ബാധിക്കുന്നതല്ലെന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അച്ഛമ്മ നമ്മുടെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ഇന്ദ്രൻ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്.
നീ എന്താടാ മോനെ ഇങ്ങനെ, എൻ്റെ മോൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാ അച്ചമ്മ. ദേ നിനക്കിങ്ങനെ വന്നെന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നിന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അച്ചമ്മ പറയുക. അത് കേട്ടപ്പോൾ അച്ചമ്മ വിചാരിച്ചാലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അച്ചമ്മ, അവൾ അത്ര ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. എല്ലാം കഴിവുള്ള ഞാൻ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ അച്ചമ്മ എന്ന് പറയുമ്പോൾ മോനെ ദേ എനിക്കിപ്പോൾ വയസ്സ് എത്രയെന്ന് നിനക്കറിയാവോ? ഇത്രയും കാലത്തെ അനുഭവങ്ങളുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത്. അവളെ ഞാൻ നിനക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. ശരിക്കും ശരിക്കും അങ്ങനെയാണോ? അപ്പോൾ നിന്റെ മനസ്സ് അതെന്താണെന്ന് അച്ചമ്മയ്ക്ക് കാണാടാ, ഒരു പാവല്ലേടാ നീ. അങ്ങനെയുള്ള നീ സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കോടാ എന്ന് അച്ചമ്മ ചോദിക്കുവാണ് ഇന്ദ്രനോട്. അന്നേരത്തേന് ഇന്ദ്രൻ, എനിക്ക് ആരുമില്ല അച്ചമ്മ, എനിക്ക് ആരുമില്ല, തനിച്ചായിപ്പോയ അച്ചമ്മ ഞാൻ. എല്ലാവർക്കും ഒന്നെങ്കിൽ ഭയം അല്ലെങ്കിൽ വെറുപ്പ്, അത് മാത്രമുള്ള അച്ചമ്മ എന്നോട്. എല്ലാവർക്കും സഹതാപം ഒക്കെ എന്നോട്, സ്നേഹിക്കാനും സ്നേഹിപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എനിക്കില്ലേ അച്ചമ്മ, അത് ആരും കാണുന്നില്ല അച്ചമ്മ. അതൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമാക്കാം. അവൾക്ക് വേറെ കാമുകനൊക്കെ ഉണ്ട് അച്ചമ്മ, അവൻ്റെ വീട്ടിലാണ് അവളിപ്പോൾ താമസിക്കുന്നത് അച്ചമ്മ. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അച്ചമ്മ അന്തം വിട്ട് നോക്കുക. അതൊക്കെ അച്ചമ്മ പൊളിച്ച് കൈ തന്നോളാം, പോരെ? നിന്റെ ഭാര്യ തന്നെയാണ് അവളിപ്പോഴും, അവൾ ഈ വീട്ടിലാണ് താമസിക്കേണ്ടത്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അച്ചമ്മയുടെ മോനല്ലേ ഞാൻ, എനിക്ക് അച്ചമ്മ നേടിത്തരുമോ? എന്തായാലും നമുക്കതങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അച്ചമ്മയും കൊച്ചുമോനും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുക കേട്ടോ. ഇവൻ്റെ മനസ്സിലിരിപ്പും കാര്യങ്ങളൊക്കെ ഇതാക്കി എടുക്കുവാണ് നമ്മുടെ അച്ചമ്മ. അപ്പോൾ അച്ചമ്മ അവളെ ചെന്ന് കണ്ടാലേ അച്ചമ്മയുടെ മനസ്സ് അവൾ മാറ്റിക്കളയും. എൻ്റെ മനസ്സ് മാറ്റാൻ ശക്തിയുള്ള പെണ്ണാണോ അവള്? എങ്കിൽ എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ. ഞാൻ കാണുമല്ലോ എന്ന് അച്ചമ്മ ഇങ്ങനെ പറയുക. നീ എനിക്ക് അവളെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് അച്ചമ്മ എങ്ങ് എഴുന്നേറ്റ് പോയപ്പോൾ ജയിച്ചു എന്നുള്ള അഹംഭാവത്തിൽ നമ്മുടെ ഇന്ദ്രേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.